Hello my dear friends, welcome back to our channel Food and Beauty. How are you? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേരിടാത്ത ഒരു സ്പെഷ്യൽ ഓംലേറ്റ് ആണ്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ബട്ടർ സോട്ടഡ് ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടാക്കാറുണ്ട്. ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും കഴിക്കാനില്ല. അപ്പോൾ ഇതുപോലെ ഓംലേറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഓംലേറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് സപ്പറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കുവാണെങ്കിൽ ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാം കേട്ടോ. നല്ല പോലെ വയറ് നിറയും. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പേരിടാത്ത ഓംലേറ്റിന് വേണ്ട സാധനങ്ങളാണ് മഷ്റൂം. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് സവാള, ചെറിയ പീസ് ക്യാപ്സിക്കം. എന്നിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ വേണ്ടത്, ഇത് നമ്മൾ ജസ്റ്റ് കഴുകി കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ബാക്കി സാധനങ്ങളൊക്കെ വഴിയെ കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. മഷ്റൂം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അപ്സൈഡ് ഡൗൺ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ നമുക്ക് സവാള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു ഓംലേറ്റ് ഉണ്ടെങ്കിൽ 2 പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. നന്നായിട്ട് വയറ് നിറയും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സോസേജ് ആണ്. 3 ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതുപോലെ സർക്കിളായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഞാൻ നോർമലി കട്ട് ചെയ്യുന്നത് ഇതുപോലെ നീളത്തിലാണ്. സോസേജ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ കൂടി നമുക്ക് ഒരു പാനിൽ ബട്ടർ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഇത് മുഴുവൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പതിയെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, താഴെ പോവാതെ. ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡറും സോൾട്ടും ഇട്ട് കൊടുക്കണം. വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പം മഷ്റൂമൊക്കെ എങ്ങനെയാണ് വാടിയോ കറക്റ്റായോ എന്ന് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് വെള്ളം ഇറങ്ങും. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് വലിയിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ റെഡി ആവും കേട്ടോ. അപ്പോൾ കുറച്ച് പെപ്പർ പൗഡറാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇച്ചിരി സോൾട്ട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ല പോലെ ഇളക്കി റെഡിയാക്കി എടുക്കാം. എന്നിട്ട് മഷ്റൂം ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ മഷ്റൂമിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഈ സംഭവം റെഡിയാണെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത, ഈ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും പച്ചയ്ക്കും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. ആകെ മഷ്റൂം മാത്രമാണ് ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചത്. അപ്പം അതുപോലെ നല്ല പോലെ പതഞ്ഞു കിട്ടും ഫോർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ ഞാൻ ആദ്യം ആ സോട്ട് ചെയ്ത പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി എക്സ്ട്രാ ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ബട്ടറിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. 4 മുട്ടയുള്ളത് കൊണ്ടിട്ട് ഇത്തിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. നടുക്ക് കുറച്ച് കുഴിയുള്ള പാത്രമാണ്, അതുകൊണ്ടിട്ട് അവിടെ കുറച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോട്ടഡ് സാലഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാഗം അങ്ങ് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരിടാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് റെഡിയാണ്. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ സപ്പറാക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പിസ്സയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലിങ്സിൽ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓംലെറ്റ് ആണ്. ചീസൊക്കെ ഇടുവാണെങ്കിൽ വേറെ ലെവലാവും. ചീസ് ഇട്ടിട്ടുള്ള ഓംലെറ്റ്സ് ഓൾറെഡി ഉണ്ട്. അപ്പം ആ ഓംലെറ്റ്സ് ഒക്കെ പിന്നീട് നമുക്ക് കാണാം. ഇത് നമ്മുടെ പേരിടാത്ത അടിപൊളി ഓംലെറ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.